വീണ വിജയനെതിരായ കേസിനെ ചൊല്ലി സിപിഎമ്മിൽ ഭിന്നത മുറുകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ കേസ് പാർട്ടി നേരിടേണ്ടതില്ലെന്ന് ബംഗാൾ ആന്ധ്ര ഘടകങ്ങൾ. പിബി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും കേരള ഘടകവും എക്സാലോജിക് കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും ഇതിനെ പാർട്ടി നേരിടണമെന്നും അഭിപ്രായപ്പെട്ടതിനെ എതിർത്താണ് ബംഗാൾ സെക്രട്ടറി അടക്കം രംഗത്തെത്തിയത്. വിശദാംശങ്ങളുമായി സുധീഷ് ഗോപാൽ ചിരിയാണ്. സുധീഷ്, വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിൽ വലിയ ഭിന്നത രൂപപ്പെട്ടു കഴിഞ്ഞു എന്ന് വേണോ മനസ്സിലാക്കാൻ? പാർട്ടി കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട വിഭിന്ന അഭിപ്രായങ്ങൾ എത്രത്തോളം പ്രകടമായി കഴിഞ്ഞു? KP 24 പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മധ്യയിൽ നടക്കുന്ന CPM സമ്മേളനത്തിലാണ് ഇപ്പോൾ വീണ വിജയന്റെ കേസും ചർച്ചയായിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് PBയുടെ കോർഡിനേറ്റർ കൂടിയായ മുതിർന്ന CPM നേതാവ് പ്രകാശ് കാരാട്ടും കേരള ഘടകവും ഇത് രാഷ്ട്രീയമായി പാർട്ടി നേരിടണം എന്ന ഒരു അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്. അതിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇതിനെ എതിരായ ഒരു സമീപനമാണ്, ഇല്ലേ നിലപാടാണ് ബംഗാൾ ഘടകം അതോടൊപ്പം തന്നെ ആന്ധ്ര ഘടകവും എടുത്തത്. ബംഗാൾ പാർട്ടി സെക്രട്ടറി കൂടിയായ മുഹമ്മദ് സലിം അടക്കമുള്ളവർ ഇതിനെ എതിർത്ത് രംഗത്തെത്തി. ഇത് പാർട്ടി നേരിടേണ്ട കാര്യമില്ല, പാർട്ടിയുടെ ഭാഗമായി കാണേണ്ടതില്ല, അവരവർ തന്നെ കേസ് നടത്തുക എന്നതാണ് ഇതിൽ സ്വീകരിക്കേണ്ട സമീപനം എന്ന ഒരു നിലപാടാണ് ബംഗാൾ ഘടകം മുന്നോട്ട് വെച്ചത്. ഇതിന് സമാനമായ ഒരു സമീപനം തന്നെ നിലപാട് തന്നെയാണ് ആന്ധ്ര ഘടകവും കൈക്കൊണ്ടത്. ആ രീതിയിൽ വീണ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട് CPM പാർട്ടി കോൺഗ്രസിൽ കടുത്ത ഭിന്നത തന്നെയാണ് നിലനിൽക്കുന്നത്. പഴയ ശക്തി ഇല്ലെങ്കിൽ പോലും കേരള ഘടകത്തോട് മുട്ടി നിൽക്കാൻ കഴിയുന്നത്ര സംഘടനാ ശേഷി പാർട്ടി കോൺഗ്രസിൽ ബംഗാൾ ഘടകത്തിനുമുണ്ട്. ഇപ്പോൾ മെമ്പർഷിപ്പിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതോടൊപ്പം ആന്ധ്ര ഘടകം അടക്കം അണിനിരക്കുമ്പോൾ അത് പിണറായി വിജയന് എതിരെയുള്ള ഒരു ശക്തമായ നീക്കമായി തന്നെ മാറും എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. നമുക്കറിയാം, ആദ്യ ദിവസം സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെയുള്ള പരാതി വന്ന് രാജേഷ് കൃഷ്ണ ഈ പ്രതിനിധി സമ്മേളനത്തിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴും കേരള ഘടകം അതിന് എതിർ തമിഴ്നാട് ഘടകവും അടക്കം ആന്ധ്ര ഘടകം അടക്കം അതിൽ വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചതോടെയാണ് രാജേഷ് കൃഷ്ണയെ പുറത്താക്കേണ്ടി വന്നത്. അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കേരള ഘടകത്തിനെതിരെ ശക്തമായ നിലപാടുമായി ബംഗാൾ ഘടകം അടക്കം മുന്നോട്ട് വരുന്നത്. ഇത് പിണറായിക്കെതിരായ ഒരു ശക്തമായ നീക്കം തന്നെയാണ്. അത് പാർട്ടി നയങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അവർ സൂചിപ്പിക്കുന്ന കാര്യങ്ങളും ഏറെ കൃത്യതയുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ സംസ്ഥാനത്ത് കേരളത്തിൽ പിണറായി വിജയന് ഒരു എതിരഭിപ്രായമില്ല. എല്ലാ തരത്തിലായി കഴിഞ്ഞാലും വീണ വിജയനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നത്. പക്ഷേ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ അത്രത്തോളം ഒരു ഏകസ്വരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. കൃത്യമായ ശക്തമായ വിയോജിപ്പ് കേരള ഘടകത്തിന് ഈ ഒരു വിഷയവുമായി നേരിടേണ്ടി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗ്രൂപ്പ് ചർച്ചകൾ അടക്കം നേരത്തെ കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് വീണ വിജയന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അതിൽ ഒരു പൊതു നിലപാടെന്ന നിലയിൽ കേരള ഘടകം അതിനെ രാഷ്ട്രീയമായി നേരിടണം, പാർട്ടിയെ നേരിടണം എന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു. അതിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയാൻ ഈ പ്രതിനിധികൾക്ക് മാത്രമാണ് അവിടെ സാധിക്കുക. അത് അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ചർച്ച പിന്നീട് നടക്കുന്നുമില്ല. ഈ ഒരു ഘട്ടത്തിൽ പൊതുവിലുള്ള പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവരുടെ നിലപാടുമായി മുന്നോട്ട് പോവുക എന്നതേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കേരള ഘടകത്തിന് ഈ വിഷയത്തിൽ മറിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇത് എടുത്തു പറയുന്നത് ഒരു പക്ഷേ ഇത്തരം ഒരു നിലപാട് പിണറായിയെ അനുകൂലിക്കുന്ന കേരള ഘടകത്തിന്റെ ഇപ്പോഴത്തെ നിലപാടാവണമെന്നില്ല. മൊത്തത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വന്നു കഴിയുമ്പോഴോ ഇല്ലെങ്കിൽ ഇതിന് ശേഷം പാർട്ടി കോൺഗ്രസിന് ശേഷമോ മുഴുവൻ പാർട്ടിക്കാരിൽ നിന്നും ഉണ്ടാവുക. എന്നാൽ നിലവിൽ ഈ പിണറായിയെ എതിർക്കുന്ന ഒരു സമീപനത്തിലേക്ക് കേരള ഘടകം പോയിട്ടില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ ശക്തമായി കേരള ഘടകത്തെ എതിർക്കുന്ന വളരെ കൃത്യമായ നിലപാടുമായാണ് ബംഗാൾ ആന്ധ്ര ഘടകങ്ങൾ മുന്നോട്ട് വരുന്നത്. അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ്. പാർട്ടി കോൺഗ്രസിലടക്കം ഇനിയിപ്പോൾ കാലാവധി നീട്ടി നൽകുന്ന തീരുമാനം നാളെയാവും അന്തിമമായി ഉണ്ടാവുക. അതിനെ പോലും ഇത് ഒരു പക്ഷേ ബാധിച്ചേക്കാം എന്നുകൂടി നമുക്ക് വിലയിരുത്തപ്പെടേണ്ടിയും വരും. KP